ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കിൾ സ്പെഷ്യലിന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അവിടോട്ടാണ് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകും. അതോ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. ഇത് സ്ഥലം എന്ന് വെച്ചാൽ കാട്ടാക്കട CSI ചർച്ച് കാട്ടാക്കടയാണ് കേട്ടോ. അത് ഇവിടെ നമ്മുടെ ക്രിസ്മസ് ഐക്യ സമ്മേളനം 2024 ദക്ഷിണ കേരള മഹാ ഇടവക എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള ഒരു മഹാസമ്മേളനം, ക്രിസ്മസ് മഹാസമ്മേളനം നടക്കുകയാണല്ലേ. അതെ കേട്ടോ, നല്ല പാട്ടാണ് കേട്ടോ. പാട്ട് കേട്ടാണ് പെട്ടെന്ന് അവിടെ. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് ആവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പാട്ട് ഇടുന്നില്ല. പക്ഷെ നമ്മള് കുറേ നേരം അങ്ങ് ആസ്വദിച്ചു. ദീപക്കാഴ്ചകൾ നമുക്ക് കാണാം. സൂപ്പർ ദീപക്കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. പള്ളിയൊക്കെ ഒരുക്കിക്കണേ നമുക്ക് വേറെ ലെവലാണ്. പള്ളി ഒരുക്കിക്കുന്നതൊക്കെ നമ്മൾ നേരെ ഗേറ്റ് കയറി വന്നപ്പോൾ തന്നെ വേ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു ബോർഡ് കണ്ടു. നമ്മൾ രണ്ട് ഇത് വഴിയാണ് കണ്ടത്. അപ്പോൾ അത് നോക്കിയപ്പോൾ വേ ഇൻ എന്ന് പറഞ്ഞ ഇടത്തോട്ടൊരു വഴി കണ്ടു. നമ്മളങ്ങനെ അങ്ങോട്ട് കയറി പോയി കേട്ടോ. പോയപ്പോഴത്തേക്ക് അടിപൊളി ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ അത് ഈ പതയാൻ വേണ്ടി ഇത് സോപ്പ് ഓടിയിട്ടുണ്ടിരിക്കുന്നു. വീഴുന്ന വെള്ളം അതായത് ഈ കൊച്ചാണത് വീഴുന്ന വെള്ളം, നമ്മൾ ആ മേലിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളം അത് പറയാൻ വേണ്ടി അവർ സോപ്പ് പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു വഴിയുണ്ട്, നമ്മളിങ്ങനെ കയറി പോകും. വഴിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, വഴിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വഴിയുടെ പല സൈഡിൽ കുളവും പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇടത് സൈഡിലാണെങ്കിൽ ഒരു പള്ളി ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു പള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം പള്ളി കഴിഞ്ഞിട്ട് ഇത്തിരി ഇപ്പുറത്തോട്ട് ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു ചെറിയ അടിപൊളി ഒരു പുൽക്കൂടും. പുൽക്കൂടൊക്കെ വേറെ ലെവലാണ് അവർ ചെയ്ത് വെച്ചിട്ടല്ലേ. നല്ല അടിപൊളി. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയൊക്കെ. മഞ്ഞുമലയിലൂടെ മഞ്ഞ് ഒഴുകി വരുന്ന ഒരു അരുവിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സെറ്റ് തന്നെയായിരുന്നു കാണാനൊക്കെ. നമ്മളെന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അത് നേരെ ഒരു കുളത്തിലോട്ട് പോകും. അവിടെ നമ്മുടെ വാട്ടർ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മഞ്ഞുമലയുടെ ഇടയിലാക്കി നിൽക്കുന്ന ആൾക്കാർ ആരാ ഇതൊക്കെ ആരാ? ഒരു മഞ്ഞു മനുഷ്യനൊക്കെ നിൽക്കുന്നത് കണ്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നത് നോക്കി, സാന്താക്ലോസ് വരുന്ന വാഹനം അത് ചിത്രീകരിച്ചിരിക്കുന്നു. സമ്മാനങ്ങളുമായിട്ട് അങ്ങനെ വരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് ആ സൈഡിലുള്ള അല്ലേടാ. അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതെ, അതിൻ്റെ ഒരു ഒരുക്കങ്ങളെല്ലാം അവിടെ അവർ നടക്കുന്നുണ്ടെന്ന്. ഞാൻ അത് പ്രോഗ്രാം ആയില്ല, എന്നാലും അതിൻ്റെ ഇപ്പം നടക്കുന്നതിൻ്റെ ആ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രാം അപ്പോൾ തുടങ്ങാറായായിരുന്നു. കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാംസ് ആണ്, ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതെ അതെ, നമുക്ക് അതൊക്കെ കോപ്പിറൈറ്റ് ആവും എന്നുള്ളതാണ് നമ്മളത് കാണിക്കാത്തത്. പച്ചപ്പ്. അതെ, പിന്നെ നോക്കുമ്പോൾ പില്ലിൻ്റെ ഇടയിൽ ഫ്രണ്ട് ഫുള്ള് പില്ലൊക്കെ തന്നെയാണ് കേട്ടോ. അവർ പില്ല് നട്ട് വളർത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലും, പള്ളിയിലോട്ട് കയറുന്ന രണ്ട് സൈഡിലും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നേരെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്നു. അവിടെ വന്നിട്ട് പള്ളിയിലോട്ടൊന്ന് കയറണമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പള്ളിയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പള്ളിയിലോട്ട് കയറിപ്പോയി. കൊള്ളാം കേട്ടോ, രണ്ട് സൈഡിലും ചെയ്തേക്കുന്ന ലൈറ്റ്. അതെ, സ്റ്റാർ നല്ല അടിപൊളി ഒരു വൈറ്റ് കളർ സ്റ്റാർ. പിന്നെ LED ആ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. സിമ്പിളാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു എടുപ്പാണല്ലേ, പച്ചപ്പും കൂടെ ഉള്ളതുകൊണ്ട്. പച്ചപ്പ് അതുമല്ല കളർ വർക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല ആ പള്ളിയെ എടുത്തറിയും. നല്ല സൂപ്പറായിട്ട് പള്ളി എടുത്തറിയുന്നുണ്ട് സ്റ്റാർ വർക്കും കാര്യങ്ങളൊക്കെ. നമ്മളെന്നിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു സ്റ്റെപ്പിൽ. മേലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട്. ഒരു ലൈറ്റ് കാണാനും പ്രോഗ്രാം നടക്കല്ലേ എന്ന് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. മേലിൽ LED സ്റ്റാറാണ് കേട്ടോ, ഫുൾ LED സ്റ്റാർ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വർഷം കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമാണ് നമ്മുടെ LED സ്റ്റാർ ഏറ്റവും കൂടുതൽ കണ്ടത്. ബാക്കിയുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും പേപ്പർ സ്റ്റാറുകളായിരുന്നു ഉണ്ടായിരുന്നല്ലേ. ഇതെല്ലാം നനയാത്ത രീതിയിലാണ്. നമ്മൾ അങ്ങനെ ഈ പള്ളിക്കകത്ത് ഇവിടെ അകത്ത് കയറാൻ പറ്റിയില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെയൊക്കെ ഇവിടെ മൊത്തത്തിൽ ഒന്ന് ലൈറ്റൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് കാഴ്ചകൾ അവസാനിക്കാനല്ലേ. അതെ, ക്രിസ്മസ് കാഴ്ചകളൊക്കെ നമ്മൾ ഇതോടുകൂടി നമ്മുടെ കയ്യിൽ നിന്നുള്ള സ്റ്റോക്കുകളെല്ലാം അവസാനിക്കും. നമ്മളത് കഴിഞ്ഞ് നേരെ താഴോട്ടൊരു വ്യൂ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പള്ളിയുടെ മുമ്പേ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കാട്ടാക്കട വഴി അതിലേ പോകുന്ന CSI, ആ CSIയുടെ മുൻവശമാണ് നിങ്ങൾ ഈ കാണുന്നത്. കാട്ടാക്കട ജംഗ്ഷനിലോട്ട് പോകണമെങ്കിൽ ഇടത്ത് സൈഡിലോട്ടാണ് വണ്ടി വെക്കുന്നത്. അതാണ് ആ തിരക്ക് കാണുന്നത്. അതാണ് വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ തിരക്കാണ് ഈ കണ്ടുപിടിക്കുന്നത്. ഇത് 25-ാം തീയതി ഉള്ള വീഡിയോ ആണ്. നമ്മൾ ക്രിസ്മസിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. അതെ, എന്തുകൊണ്ടും
വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. സ്റ്റാറിൻ്റെ അവിടേക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേട്ടോ. അത് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ പിന്നെ വേണ്ടി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ പ്രോഗ്രാം ആയതുകൊണ്ടായിരിക്കും കസേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കസേര കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്നെ പള്ളിയുടെ വലത് സൈഡിൽ കൂടെ നേരെ ഒന്ന് നടന്ന് ബേക്കിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പോയപ്പോഴത്തേക്ക് എല്ലായിടത്തും നമ്മളുടെ കുഞ്ഞ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ കാണും കണക്ക് അതുപോലെ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി LED വർക്ക്. സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതിലെ ഒരു വഴി നോക്കിയപ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നുണ്ട്. നമ്മളങ്ങനെ ആ വഴി കൂടെ നടന്നത് താഴോട്ടിറങ്ങി. അപ്പോൾ കണ്ട കാഴ്ചകളുണ്ടോ സൈഡിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുൻവശം എത്തി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് വലത്തോട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് കയറി പോകുന്ന ആ തടമായിരുന്നു അത്. നേരെ വന്നിറങ്ങി അപ്പോഴും നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടു. എന്താണ്? CSI കാട്ടാക്കട. നമ്മുടെ CSI പള്ളി കാട്ടാക്കട ആരാധന ടൈമും കാര്യങ്ങളെല്ലാം വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, സൈഗൂസ് വിഷനിലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.